Hi dear students, ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലെ അവസാനത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ബോണസ് ഷെയർസ്, റൈറ്റ് ഷെയർസ് പോലെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. ഷെയർ നമ്മൾ സാധാരണ പബ്ലിക്കിന് വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇഷ്യൂ ചെയ്യുന്നത് ക്യാഷിന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. അഥവാ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ഷെയർ വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ ഇവിടെ ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. The consideration received by the company for the issue of shares may be cash or property. ഇവിടെ നമ്മൾ ക്യാഷിനോ അല്ലെങ്കിൽ ക്യാഷിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്യാഷിൻ്റെ വർത്തുള്ള പ്രോപ്പർട്ടിയിലൂടെയോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 3 രൂപത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാറുള്ളത്. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഇത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ, ഫേസ് വാല്യൂ എന്ന് പറഞ്ഞത് ഒരു ഷെയറിന് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഫിക്സ് ചെയ്യുന്ന പ്രൈസാണ് ഫേസ് വാല്യൂ. അത് 10 രൂപ അല്ലെങ്കിൽ 100 രൂപ ഒക്കെ ആയിട്ടാണ് സാധാരണ ഫിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ വെച്ച് നമുക്ക് എക്സാമ്പിൾ പറയാം. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ 10 രൂപക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ജനങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി 10 രൂപയ്ക്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിനെ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്നാണ് പറയുന്നത്. ഇനി അതല്ല, ഈ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 11 രൂപക്കോ 12 രൂപക്കോ അതിൽ കൂടുതൽ എമൗണ്ടിനോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം അഥവാ മോർ ദാൻ ഫേസ് വാല്യൂ. ഇനി അടുത്തതാണ് അറ്റ് ഡിസ്കൗണ്ട്. അഥവാ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 10 രൂപയിൽ താഴെയുള്ള എമൗണ്ടിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കാം, ഒരു 10 രൂപ ഷെയറുള്ള ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ 8 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ പബ്ലിക് ആ ഷെയർ വാങ്ങാൻ വരുന്ന സമയത്ത് ഒരു ഷെയറിന് 8 രൂപ മാത്രം കൊടുത്താൽ മതി. കാരണം അത് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്. അതാണ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതന്നെയാണ് നമ്മൾ താഴത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൻ ദ കൺസിഡറേഷൻ റിസീവ്ഡ് ഈസ് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഓഫ് ഷെയർ. നമ്മൾ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്നും പറയും. നോമിനൽ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനാണ് നമ്മളിവിടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. ഇനി അറ്റ് പ്രീമിയം നോക്കാം. വെൻ ദ ഇഷ്യൂ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർ വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. നോമിനൽ വാല്യൂവിനേക്കാൾ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ടിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. വെൻ ദ കൺസിഡറേഷൻ റിസീവ്ഡ് ഈസ് ലെസ് ദാൻ ദ പാർ വാല്യൂ ഓഫ് ദ ഷെയർസ്. ഇവിടെ നോമിനൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഇതാണ് ഈ 3 രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും ഷെയറുകൾ ഇഷ്യൂ ചെയ്യാറുള്ളത്. ഇനി നമ്മൾ അടുത്തത് നോക്കാം. കോൾസ് ഓൺ ഷെയർസ്. എന്താണ് കോൾസ് ഓൺ ഷെയർസ്? വെൻ ദ ഷെയർസ് ആർ അലോട്ടഡ് ടു ദ പബ്ലിക് the full account on each share is not generally payable on applying for the shares. A part of payable as application money, as a part of allotment money, and the balance by the installment called first call money. ഇവിടെ നമ്മൾ സാധാരണ ഷെയർ 10 രൂപയാണ് ഷെയർ എങ്കിൽ 10 രൂപ ഒന്നിച്ച് നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യൂല. അവർ 1000-10,000 ഷെയറുകളൊക്കെ വാങ്ങിയ പബ്ലിക് ആയിരിക്കും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഫണ്ട് കളക്ട് ചെയ്യാറുള്ളൂ. അപ്ലിക്കേഷൻ്റെ കൂടെ ഒരു 5 രൂപ കളക്ട് ചെയ്തു, അലോട്ട്മെൻറ്റിൻ്റെ കൂടെ ഒരു 2 രൂപ കളക്ട് ചെയ്തു, ഫസ്റ്റ് കോളിൻ്റെ കൂടെ 2 രൂപ കളക്ട് ചെയ്തു, ഫൈനൽ കോളിൻ്റെ കൂടെ 1 രൂപ കളക്ട് ചെയ്തു. ഇങ്ങനെയാണ് എങ്കിൽ നമ്മളിവിടെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് നമ്മൾ ഷെയറുകൾ വിൽക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് അപ്ലിക്കേഷൻ്റെ കൂടെ നമ്മളൊരു എമൗണ്ട് 5 രൂപ കളക്ട് ചെയ്തു. അലോട്ട്മെൻറ്റ് ആയിട്ട് ഉള്ള പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്തു, 2 രൂപ കളക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പിന്നീടുള്ള എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൾ മണി എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മൾ കോൾസ് നമ്മൾ ചെയ്യാറുള്ളത്. ഫസ്റ്റ് കോള്, ഫൈനൽ കോള്, അല്ലെങ്കിൽ ഫൈനൽ കോളായിട്ട് ഒറ്റ കോളായിട്ടും എന്ത് ചെയ്യാറുണ്ട്, ഈ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. A call can be defined as a demand made by the company towards the amount of shares as and when the money is required by the company. കമ്പനിക്ക് പണം ആവശ്യം വരുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും, കോൾസ് ഇഷ്യൂ ചെയ്യും. കോള് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ആ ഫണ്ട് കളക്ട് ചെയ്യും. അതാണ് കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്ന ഒരു ടേമാണ് കോൾസ് ഇൻ അരിയേഴ്സ്. എന്താണ് കോൾസ് ഇൻ അരിയേഴ്സ്? വെൻ ദ മെമ്പേഴ്സ് ഫെയിൽ ടു പേ ദ കോൾ മണി ഓൺ ദ ഡ്യൂ ഡേറ്റ് ഫോർ ദി പേയ്മെൻറ്റ്, ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ സച്ച് കോൾ ഈസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ 5 രൂപ അപ്ലിക്കേഷൻ്റെ കൂടെ കളക്ട് ചെയ്തു, 2 രൂപ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ കളക്ട് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, 2 രൂപ ഫസ്റ്റ് കോള് അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷേ അടച്ചിട്ടില്ല. അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷേ അടച്ചിട്ടില്ല. ആ അടക്കാത്ത എമൗണ്ടിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. അടക്കാത്ത എമൗണ്ടിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്, പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ അൺപെയ്ഡ് ആണ്, കൊടുത്തിട്ടില്ല. ഈ അൺപെയ്ഡ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോൾസ് ഇൻ അഡ്വാൻസ്. The members may pay the call money before the making call by the director. The amount so received is called calls in advance. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 5 രൂപ അപ്ലിക്കേഷൻ്റെ കൂടെ കളക്ട് ചെയ്തു, 2 രൂപ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ കളക്ട് ചെയ്തു, ബാക്കി 3 രൂപയുണ്ട്. ആ 3 രൂപയിൽ ഫസ്റ്റ് കോൾ മാത്രം എന്ത് ചെയ്തു, 2 രൂപ വിളിച്ചിട്ടുള്ളൂ, ഫസ്റ്റ് കോൾ അടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഇനി ഫൈനൽ കോൾ 1 രൂപ കൂടി അടക്കാനുണ്ട്. അപ്പോൾ ഈ ഫൈനൽ കോള് വിളിച്ചിട്ടില്ല, പക്ഷേ ഫസ്റ്റ് കോള് അടച്ചതിൻ്റെ കൂടെ 2 രൂപ അടക്കുന്നതിൻ്റെ കൂടെ ഫൈനൽ കോള് കൂടി ആരെങ്കിലും അടക്കുകയാണ് എങ്കിൽ, അഥവാ 2 രൂപ അടക്കാൻ പറഞ്ഞു പക്ഷെ 3 രൂപ അടച്ചു, അങ്ങനെ അടക്കുകയാണെങ്കിൽ ഈ അടച്ച എമൗണ്ടിനെയാണ്, അഡീഷണൽ ആയിട്ട് അടച്ച എമൗണ്ടിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അഥവാ ഓൾറെഡി അത് ആ ഒരു പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ടില്ല, ഡ്യൂ ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, അടച്ചു. ആ അടച്ച എമൗണ്ടിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? ഫോർഫീച്ചർ ഓഫ് ഷെയർസ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ ദ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ കോൾ മണി ഓൺ സച്ച് ഷെയർസ്. അപ്ലിക്കേഷൻ സാധാരണ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അപ്ലിക്കേഷൻ മണിയും കൊടുക്കേണ്ടി വരും. അതിനുശേഷം കമ്പനി പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഷെയർ ഹോൾഡേഴ്സും ആ എമൗണ്ട് അടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാഹചര്യം പോലെ കോൾസ് ഇൻ അരിയേഴ്സ് സംഭവിക്കും, അഥവാ അടക്കാത്ത ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ അടച്ചിട്ടില്ല എങ്കിൽ കമ്പനി ഒരു സമയം വരെ, ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് മാത്രമേ കമ്പനി വെയിറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, ആ ഷെയർ ക്യാൻസൽ ചെയ്യും. ആ ക്യാൻസൽ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അഥവാ കമ്പനി കോൾസ് ഇൻ അരിയേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ കോൾസ് ഇൻ അരിയേഴ്സ് എത്ര ഷെയറിനാണോ ഇവിടെ അടക്കാത്തത് ആ ഷെയർ മാത്രം എന്ത് ചെയ്യും, ഇവിടെ ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? എന്താണ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആണ് ഇവിടെ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അപ്പോൾ ഇവിടെ ഇത് ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ്? നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ മണി. അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കോൾ മണി അടച്ചിട്ടുണ്ടാവില്ല. ഇത് അടക്കാത്തത് കാരണം എന്ത് ചെയ്യും, ഡയറക്ടേഴ്സ് തീരുമാനിക്കും ഇനി അവരെ വെയിറ്റ് ചെയ്യേണ്ട, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഷെയർ എത്ര ഷെയറിൻ്റെ എമൗണ്ട് ആണോ അടക്കാത്ത എമൗണ്ട് എന്ത് ചെയ്യും, ആ ഷെയർ എന്ത് ചെയ്യും, ഫോർഫീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അടച്ച എമൗണ്ട് പിന്നെ തിരിച്ചു കൊടുക്കില്ല, അതെന്ത് ചെയ്യും, കമ്പനിക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതാണ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ്. എന്താണ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർ? ദ ഫോർഫീച്ചർ ഷെയർസ് ക്യാൻ ബി റീ ഇഷ്യൂ ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറ്റ് എനി later time as they decided a resolution for the reissue must be passed by the board. The reissue may be made at par
അറ്റ് പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി ഫോർഫീറ്റ് ചെയ്ത ഷെയർ നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 300 ഷെയർ വാങ്ങിയ ആൾ ഷെയർ കോൾസിന് അരീസ് സംഭവിച്ചു, അല്ലെങ്കിൽ കോൾ മണിയോ അലോട്ട്മെൻറ്റ് മണിയോ അടച്ചിട്ടില്ല. അതുകൊണ്ട് അയാളുടെ ഷെയർ 300 ഷെയർ മാത്രം എന്ത് ചെയ്തു, ഫോർഫീറ്റ് ചെയ്തു. ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും, റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. റീഇഷ്യൂ ചെയ്യണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ റീഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. റീഇഷ്യൂ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആദ്യം ഇഷ്യൂ ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഈ 300 ഷെയർ മാത്രം എന്ത് ചെയ്യുക, വീണ്ടും പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ആ 300 ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പം എന്ത് ചെയ്യും, അറ്റ് പാറിന് ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 രൂപ വിലയുള്ള ഒരു ഷെയറാണ്. 8 രൂപ വരെ എന്ത് ചെയ്തു, ഈ 300 ഷെയർ വാങ്ങിയ ആൾ അടച്ചിട്ടുണ്ട്. ബാക്കി 2 രൂപ അടക്കാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, ആ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. ഈ ഫോർഫീറ്റ് ഷെയർ എന്ത് ചെയ്തു, വീണ്ടും റീഇഷ്യൂ ചെയ്യാണ്. വീണ്ടും എന്ത് ചെയ്തു, ആ ഷെയർ വിറ്റു. റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, 10 രൂപയാണ് ഫേസ് വാല്യൂ, അത് 12 രൂപക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ 8 രൂപക്ക് ഇഷ്യൂ ചെയ്യാം, 10 രൂപക്കും ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അവിടെ കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലാഭവും ഡിസ്കൗണ്ടിനാണെങ്കിൽ നഷ്ടവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ തിയറി ബേസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതാണ് റീഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർ എന്ന് പറയുന്നത്. ഫോർഫീറ്റ് ചെയ്ത ഷെയർ അല്ലെങ്കിൽ ക്യാൻസലേഷൻ നടത്തിയ ഷെയർ വീണ്ടും ഇവിടെ എന്ത് ചെയ്യുക, ഡയറക്ടേഴ്സിൻ്റെ റെസൊല്യൂഷൻ പ്രകാരം എന്ത് ചെയ്യുക, വീണ്ടും റീഇഷ്യൂ ചെയ്യുക. ഇനി അടുത്തതാണ് സറണ്ടർ ഓഫ് ഷെയർസ്. എന്താണ് സറണ്ടർ ഓഫ് ഷെയർസ്? ഇറ്റ് മീൻസ് ദ ഷെയർ ഹോൾഡേഴ്സ് വളണ്ടറിലി റിട്ടേൺ ദ ഷെയർ ടു ദ കമ്പനി. ഇവിടെ വളണ്ടറി സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് സ്വമേധയാ വാങ്ങിയ ഷെയർ കമ്പനിക്ക് തിരിച്ചേൽപ്പിക്കുന്നതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് ബാക്കിയുള്ള എമൗണ്ട് അടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, കമ്പനിയിലേക്ക് അത് സറണ്ടർ ചെയ്യും. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, അത് സറണ്ടർ സ്വീകരിക്കും. ബാക്കി എമൗണ്ട് ഇനി അടക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് കമ്പനിയിലേക്ക് ഷെയർ തിരിച്ചു തരികയാണെന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യും. അതാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. സെക്ഷൻ 68 പറയുന്നത് എന്താണ് ബൈബാക്ക്? ബൈബാക്ക് ഓഫ് ഷെയർസ് മീൻസ് കമ്പനി ബൈയിങ് ഇറ്റ്സ് ഓൺ ഷെയർ ഫോർ ദി പർപ്പസ് ഓഫ് റെഡ്യൂസിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കുറക്കാൻ വേണ്ടി, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ച എമൗണ്ട്, കമ്പനി ക്യാഷായിട്ട് സ്വീകരിച്ച എമൗണ്ടാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഈ എമൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഷെയർ കമ്പനി എന്ത് ചെയ്യും, പുറത്ത് നിന്ന് വാങ്ങും. അഥവാ മാർക്കറ്റിൽ നിന്നും എന്ത് ചെയ്യും, കമ്പനി ഈ ഷെയറുകളൊക്കെ തിരിച്ച് വാങ്ങുകയാണ് ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും, അവരുടെ ആ ഒരു വില അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും, തിരിച്ചു വാങ്ങും. അതിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ആ ബൈബാക്കിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി മസ്റ്റ് ഓതറൈസ്ഡ് ബൈബാക്ക് ഓഫ് ഷെയർ. എന്ത് ചെയ്യണം, ആർട്ടിക്കിൾസിൽ അത് എന്ത് ചെയ്യണം, ഓതറൈസ് ചെയ്തിരിക്കണം. മറ്റൊന്ന്, കമ്പനി ഷാൾ പാസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി അപ്രൂവിങ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇവിടെ ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യണം, കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. മറ്റൊന്ന്, ബൈബാക്ക് ഡസ് നോട്ട് എക്സീഡ് 25% ഓഫ് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ഓഫ് ദി കമ്പനി. ഇവിടെ ബൈബാക്ക് എന്ത് ചെയ്യാൻ പാടില്ല, 25% ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനേക്കാൾ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്രീ റിസർവ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ടോട്ടൽ ഡെപ്റ്റ് ഓൺഡ് ബൈ ദ കമ്പനി ഷോൾ നോട്ട് എക്സീഡ് 2 times ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനേക്കാൾ 2 ഇരട്ടിയേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഡെപ്റ്റ് കമ്പനിക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന് ഫ്രീ റിസർവ് ആഫ്റ്റർ സച്ച് ബൈബാക്ക്. ഫ്രീ റിസർവ് എന്ത് ചെയ്യണം, ഈ ബൈബാക്കിന് ശേഷം ഉണ്ടായിരിക്കണം. ദ ഷെയർസ് ഫോർ ദ ബൈബാക്ക് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ്. എന്ത് ചെയ്യണം, ഷെയർസ് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഷെയറുകളെ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ദ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ് ഓഫ് സെബി. സെബിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, റെക്കഗ്നൈസ് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഷെയറുകൾ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ലീൻ ഓഫ് ഷെയർ. എന്താണ് ലീൻ ഓഫ് ഷെയർ? ലീന് നമ്മൾ കഴിഞ്ഞ ഒരു കമ്പനി ബിസിനസ് റെഗുലേഷൻ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് ലീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ ലീൻ ഓഫ് ഷെയർസ് എന്താ നോക്കാം. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദി കമ്പനി ടു റീറ്റെയിൻ ദ ഷെയർ
and even the dividend payable thereon belonging to shareholders in respect of outstanding call amount or any other debt due from shareholders of the company. കമ്പനിയിലേക്ക് എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ, കമ്പനിയിലേക്ക് ഏതെങ്കിലും എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ചിലപ്പം കോൾ മണി ആയിട്ടോ അലോട്ട്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെപ്റ്റ് രൂപത്തിലോ കമ്പനിയിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കമ്പനി അത് ലീൻ ചെയ്ത് വെക്കും അഥവാ റീറ്റെയിൻ ചെയ്ത് വെക്കും. കമ്പനി കൊടുക്കാതെ കയ്യിൽ തന്നെ വെക്കും. ആ കൊടുത്തതിന് ശേഷം മാത്രമേ കമ്പനി അത് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ ലീൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടിൽ ദ എമൗണ്ട് ഡ്യൂ ടു ഇറ്റ്സ് പെയ്ഡ്. ഇത് ഇങ്ങനെ ലീൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഷെയർ വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, അത് കൊടുക്കുന്നത് വരെ, ആ എമൗണ്ട് കൊടുക്കുന്നത് വരെ. ആർട്ടിക്കിൾസ് എംപവേർഡ് ദ ലീൻ ബൈ ദ സെയിൽ ഓഫ് ഷെയർസ്. എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ പ്രത്യേകം പറഞ്ഞിരിക്കണം ലീൻ ചെയ്ത ഷെയറുകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ റൈറ്റ് ഇഫ് ലീൻ ലോസ്റ്റ് വെൻ ദ ഷെയർ ഹോൾഡേഴ്സ് പ്ലഡ്ജ് ദ ഷെയർ ടു എ തേർഡ് പാർട്ടി. ഈ പറയുന്ന ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു, ഈ പറയുന്ന ഷെയർ പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പണയത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ ലീന് ലോസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ കമ്പനി രജിസ്റ്റേർഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, തേർഡ് പാർട്ടി ദ കമ്പനി രജിസ്റ്റേർഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പ്ലഡ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ലീന് നഷ്ടപ്പെടും. അടുത്തതാണ് റൈറ്റ് ടു നോമിനി. നോമിനിക്ക് എന്തെല്ലാം റൈറ്റ് ഉണ്ട്? നോമിനേറ്റ്. എവറി ഹോൾഡേഴ്സ് ഓഫ് ദി സെക്യൂരിറ്റി ഓഫ് ദി കമ്പനി മേ at any time nominate any person to whom his security shall vest in the event of his death. നമ്മൾ ഷെയർ വാങ്ങുന്ന സമയത്ത് നമ്മൾ നോമിനി ആയിട്ട് ആരെയെങ്കിലും ഏതെങ്കിലും ഒരു പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കായിരിക്കും അതിലുണ്ടാവുന്ന മുഴുവൻ സെക്യൂരിറ്റീസിൻ്റെയും വെസ്റ്റഡ്, അഥവാ അതിൻ്റെ അവകാശങ്ങൾ ആ വ്യക്തിക്കായിരിക്കും. നോമിനേഷൻ ഷാൾ മെയ്ഡ് ആസ് പെർ ദ റൂൾ 19 subsection 1 ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് റൂൾ 2014 റൂൾ പ്രകാരമാണ് നോമിനേഷന് ഇവിടെ ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ഓഫ് ജോയിൻ ഹോൾഡേഴ്സ് നോമിനി എ പേഴ്സൺ. ജോയിൻ ഹോൾഡേഴ്സ് ആണെങ്കിലും അവിടെ എന്ത് ചെയ്യണം, നോമിനി ഉണ്ടായിരിക്കണം. ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. ഇനി അടുത്ത ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. In the case of company limited by guarantee or unlimited company which may not have share capital have no shareholders but they have members. ഇവിടെ അൺലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ല അവിടെ, പക്ഷേ മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആസ് പെർ സെക്ഷൻ 2 subsection 55 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ 2 subsection 15 എ മെമ്പർ ഈസ് എ സബ്സ്ക്രൈബർ ടു ദ മെമ്മോറണ്ടം ഓഫ് എ കമ്പനി. എ മെമ്പർ എന്ന് പറയുന്നത് ആരാണ്? മെമ്മോറണ്ടത്തിന് സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിയാണ് മെമ്പർ. എവറി അതർ പേഴ്സൺ ഹു അഗ്രി ഇൻ റൈറ്റിംഗ് ടു ബിക്കം എ മെമ്പർ ഓഫ് ദി കമ്പനി. മറ്റുള്ള ആളുകൾ കൂടി എന്ത് ചെയ്യണം, മെമ്പർ ആവാൻ വേണ്ടിയിട്ട് അഗ്രി ചെയ്തിരിക്കണം. എവറി പേഴ്സൺ ഹോൾഡിംഗ് ഷെയർസ് ഓഫ് ദി കമ്പനി. ഈ പറയുന്ന എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യണം, ഇവിടെ ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത മോഡ്സ് ഓഫ് അക്വസിഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ എ കമ്പനി. കമ്പനിയിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള മോഡുകൾ. ഒന്ന് ബൈ സബ്സ്ക്രൈബിംഗ് ടു മെമ്മോറാണ്ടം, മറ്റൊന്ന് ബൈ അലോട്ട്മെൻറ്റ്, ബൈ ട്രാൻസ്ഫർ, ബൈ ട്രാൻസ്മിഷന്. നമ്മളൊന്ന് ആദ്യം നോക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആണ്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്? സെക്ഷൻ 56 ഓഫ് ദി കമ്പനീസ് ആക്ട് give right to shareholders of the company to transfer their shares in the manners laid down in the articles. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുക, അവരുടെ റൈറ്റ് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി പബ്ലിക് ലിമിറ്റഡ് കമ്പനി മേ ഫ്രീലി ട്രാൻസ്ഫർ ദെയർ ഷെയർസ്. ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിന് അത് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. However, the articles may contain some restrictions on the transfer of shares of public company. Articles എന്ത് ചെയ്യും, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. But the articles of private company restrict free transferability of its shares by the members. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് കമ്പനി റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് എന്ത്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത്.
ഇനി അടുത്തതാണ് ഫോർജ്ഡ് ട്രാൻസ്ഫർ. എന്താണ് ഫോർജ്ഡ് ട്രാൻസ്ഫർ? വ്യാജമായ ട്രാൻസ്ഫർ എന്താണ്? ഫോർജ്ഡ് ട്രാൻസ്ഫർ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ വിച്ച് ദ സിഗ്നേച്ചർ ഓഫ് ദി ട്രാൻസ്ഫറർ ഈസ് ഫോർജ്ഡ് ഈസ് കോൾഡ് ഫോർജ്ഡ് ഇൻസ്ട്രുമെന്റ് ആൻഡ് എനി ട്രാൻസ്ഫർ ബേസ്ഡ് ഓൺ ദ സച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് ഫോർജ്ഡ് ട്രാൻസ്ഫർ. ഇവിടെ എന്താണ് വ്യാജമായ രേഖകൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫറർ ഇവിടെ എന്ത് ചെയ്യുക, വ്യാജമായ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ വെർ ബൈ ദ ട്രാൻസ്ഫറർ ഹാൻഡ് ഓവർ ടു ദ ബയർ ദ സർട്ടിഫിക്കറ്റ് ആൻഡ് ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ്. ഇവിടെ എന്ത് ചെയ്യും, ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ടൈറ്റിൽ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യും, അതിൻ്റെ കൂടെ ഒരു ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ് കൂടി കൊടുക്കും. അപ്പോൾ അത് ആർക്കാണ്, എന്തിനാണ്, എങ്ങനെയാണ്, എത്ര എമൗണ്ടിനാണ് എന്നൊന്നും പറയാതെ ബ്ലാങ്ക് ഡീഡോട് കൂടി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇൻ ബ്ലാങ്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫറർ ഫിൽ ഇൻ ഓൺലി ഹിസ് നെയിം ആൻഡ് സിഗ്നേച്ചർ. ട്രാൻസ്ഫറർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ അവിടെ ചെയ്യുന്നത് അയാൾ പേരും സിഗ്നേച്ചറും മാത്രമേ എഴുതുള്ളൂ, ആർക്കാണ് എന്നൊന്നും അതിൽ മെൻഷൻ ചെയ്യാതെ ബ്ലാങ്ക് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ടു വൂം ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ്. ഇവിടെ പ്രത്യേകിച്ച് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. ഹു വാണ്ട്സ് ടു റിട്ടേൺ ഷെയർ ഹി ക്യാൻ ഫിൽ ഹിസ് നെയിം ആൻഡ് ദ ഡേറ്റ് ആൻഡ് ഗെറ്റ് രജിസ്റ്റേർഡ് ഇൻ ദ കമ്പനീസ് ബുക്സ്. ഈ കിട്ടിയ അയാൾക്ക് ആ ഒരു ഷെയർ കൈവശം വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഈ ഒരു ബ്ലാങ്ക് ഡീഡിൽ എന്ത് ചെയ്യും, അയാളുടെ പേരും ഡേറ്റും ഒക്കെ എന്ത് ചെയ്യും, എഴുതി ചേർക്കും. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കമ്പനി ബുക്കിലും അത് രജിസ്റ്റേർഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. Transmission of shares means the title of the shares in the transferred to another person by the operations of the law on the death of the shareholder. The shares are transferred to nominee or to the legal representative of the shareholder. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ കൈവശമുള്ള ആൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ നോമിനി ആയിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കോ എന്ത് ചെയ്യും, ആ ഷെയറിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടും. അതിനെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആദ്യം ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് വളണ്ടറി ആക്ട് ബൈ ദ ട്രാൻസ്ഫർ ആണ്. അത് സ്വമേധയാ മനഃപൂർവ്വം അല്ലെങ്കിൽ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ ആണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. എന്നാൽ ട്രാൻസ്മിഷൻ ആണെങ്കിലോ ഇറ്റ് ഈസ് ബൈ ദ ഓപ്പറേഷൻസ് ഓഫ് ദി ലോ ഓൺ ദി ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് ദി ഷെയർ ഹോൾഡർ. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഡെത്ത് അല്ലെങ്കിൽ ഇൻസോൾവൻസി സംഭവിച്ചാൽ നിയമപ്രകാരം നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ഫോർ ദി കൺസിഡറേഷൻ ടു ബി ഡിസൈഡഡ് ബൈ ദ പാർട്ടീസ് തമ്മിൽ തീരുമാനിച്ച കൺസിഡറേഷന്, അതിൻ്റെ വില തീരുമാനിച്ചുകൊണ്ടാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. പക്ഷേ ട്രാൻസ്മിഷനിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള കൺസിഡറേഷനും ഉണ്ടാവുകയില്ല. ഇനി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് എക്സിക്യൂട്ടഡ് ബൈ ദ പാർട്ടീസ്. ഇവിടെ ട്രാൻസ്ഫറിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പാർട്ടീസാണ്. പക്ഷേ ഇവിടെ ട്രാൻസ്മിഷൻ ആണെങ്കിലോ നോ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് റിക്വയർഡ്. ഇവിടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് പേബിൾ ഓൺ ദി ട്രാൻസ്ഫർ ആണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വേണം. എന്നാൽ ഇവിടെ ട്രാൻസ്മിഷൻ ആണെങ്കിൽ അവിടെ യാതൊരു തരത്തിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയും ആവശ്യമില്ല. ഇനി നമ്മൾ അടുത്തൊരു ടേം നോക്കുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്. എന്താണ് dematerialization of shares? Dematerialization of shares is a process of getting your share physical certificate into electronic format which is maintained in the account is known as demat account with the depository participant who is basically an agent between the company and depository. ഇവിടെ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സാധാരണ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്, സാധാരണ ഷെയറുകൾ നമുക്ക് ബാങ്ക് വഴി നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ വാങ്ങിയ സർട്ടിഫിക്കറ്റിനെ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിയ ഷെയറുകളെ നമുക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഈ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്.
ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ പോലെ നമ്മളൊരു അക്കൗണ്ട് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അക്കൗണ്ടുകളൊക്കെ വാങ്ങുന്നത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് അക്കൗണ്ടുകളൊക്കെ വാങ്ങി നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ വഴിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, ആരുടെ സഹായത്തോടു കൂടി? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ സഹായത്തോടു കൂടി. ആരാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്? ഹു ഈസ് ബേസിക്കലി ആൻ ഏജൻറ്റ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഡെപ്പോസിറ്ററി. ഇവിടെ ഡെപ്പോസിറ്ററി അതുപോലെ കമ്പനി ഇവർക്കിടയിൽ ഒരു ഏജൻ്റ് ആയിട്ടാണ് ഇവിടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് പ്രൊസീജിയർ ഓഫ് ഡിമെറ്റീരിയലൈസേഷൻ. ഇതെങ്ങനെയാണ് ഈ ഡിമെറ്റീരിയലൈസേഷൻ നമുക്ക് നടത്താൻ പറ്റുക? അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ഒന്നാമത്തത്, ദ ബെനിഫിഷ്യറി ഓണർ beneficiary owner has to open a demat account with depository participants and obtain account number. ഇവിടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും? ഒരു ബെനിഫിഷ്യറി ഓണർ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യമായി ചെയ്യുന്നത്, ദ ബെനിഫിഷ്യറി ഓണർ BO ഷാൾ ഫിൽ ദ ഡിമാറ്റ് റിക്വസിഷൻ ഫോം. DR ഫോം എന്ത് ചെയ്യും? അതിനുശേഷം ബെനിഫിഷ്യറി ഓണർ അല്ലെങ്കിൽ ഷെയർ വാങ്ങാൻ പോകുന്ന ആൾ എന്ത് ചെയ്യും? ഫിൽ ചെയ്യും. ആൻഡ് സബ്മിറ്റ് ദ സെയിം വിത്ത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ടു ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഫോർ ദ ഡിമെറ്റീരിയലൈസേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെ ഏൽപ്പിക്കും. എന്തിനു വേണ്ടി? ഡിമെറ്റീരിയലൈസേഷൻ നടത്താൻ വേണ്ടി. എന്നിട്ട് അടുത്ത ചെയ്യുന്നത്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വുഡ് വെരിഫൈ ദാറ്റ് ദ ഡെപ്പോസിറ്ററി റിക്വസിറ്റ്സ് ഫോം ഹാസ് ബീൻ ഫിൽഡ് കറക്റ്റ്ലി. അത് കറക്റ്റ് ആണോ എന്ന് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ചെക്ക് ചെയ്യും. ഇപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിയോജിത്ത് അതുപോലത്തെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. നമുക്കൊരു ഏജൻ്റ് ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ഷെയറുകൾ വാങ്ങാൻ വേണ്ടി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അവരെന്ത് ചെയ്യും? ഷെയർ വാങ്ങാനുള്ള സഹായങ്ങൾ ചെയ്തു തരും. അവർക്ക് നമുക്ക് വേണ്ട കൺസൾട്ടൻസി ഒക്കെ തരും. ഇനി നാലാമത് ചെയ്യുന്നത്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വുഡ് സെറ്റപ്പ് എ ഡിമാറ്റ് റിക്വസിറ്റ്സ് ഓൺ CDSL or NSDL and send the same to the company and the registrar and transfer agent. എന്നിട്ട് ഈ പറയുന്ന ഡിമാറ്റ് റിക്വസിഷൻ ഫോം എന്ത് ചെയ്യും? CDSL-നും അല്ലെങ്കിൽ NSDL-നും എന്ത് ചെയ്യും? ഈ ഫോം അയക്കും. അതിൻ്റെ കൂടെ അതിൻ്റെ കോപ്പി എന്ത് ചെയ്യും? രജിസ്ട്രാർക്കും അതുപോലെ ട്രാൻസ്ഫർ ഏജൻറ്റിനും അയക്കും. എന്നിട്ട് CDSL അല്ലെങ്കിൽ NSDL എന്ത് ചെയ്യും? അല്ലെങ്കിൽ രജിസ്ട്രാർ ട്രാൻസ്ഫർ ഏജൻറ്റ് കൂടി ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സുകളൊക്കെ എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് കൺഫേം ചെയ്യും. എന്നിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വുഡ് ഡിഫൈസ് ദ മ്യൂട്ടിലേറ്റ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ഡിമാറ്റ് റിക്വസ്റ്റ് നമ്പർ DRN എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും. സെൻഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടു ദ ഡെപ്പോസിറ്ററി. എന്നിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അവിടെ എന്ത് ചെയ്യും? ആക്റ്റീവ് ആക്കപ്പെടും. On receiving confirmation, the depository will credit an equivalent number of securities in the demat account of the beneficiary owner maintained with CDSL or NSDL. NSDL-ലോ അല്ലെങ്കിൽ CDSL-ലോ എന്ത് ചെയ്യും? ഇങ്ങനെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള എത്രയാണോ ഫിസിക്കൽ സർട്ടിഫിക്കറ്റിൽ പറയപ്പെടുന്ന ഷെയർ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവും. The depository will download the details of the demat requisition and communicate the same to the electronic registry maintained by the registrar of the company. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യും? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസും എല്ലാം എന്ത് ചെയ്യും? രജിസ്ട്രാർക്ക് മുമ്പാകെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ആദ്യം പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഡിമെറ്റീരിയലൈസേഷൻ. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫാസ്റ്റർ സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഇപ്പോൾ സെറ്റിൽമെൻ്റ് ഒക്കെ ഫാസ്റ്റർ ആക്കാൻ പറ്റും. ഷെയർ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നോ ഓഡ് ലോഡ് പ്രോബ്ലം എക്സിസ്റ്റ്. ഈവൻ വൺ ഷെയർ ക്യാൻ ബി സോൾഡ്. ഇവിടെ നമുക്ക് ലോട്ടായിട്ടൊന്നും ഷെയർ വിൽക്കേണ്ടി വരില്ല. ഒരു ഷെയർ ആണെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റും. ദർ ഈസ് നോ നീഡ് ടു എക്സിക്യൂട്ട് ദ ട്രാൻസ്ഫർ ഡീഡ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ
ഡീഡിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, പേയ്മെൻറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടിൻ്റെ ആവശ്യം വരുന്നില്ല, രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫർ അണ്ടർ ഡീമെറ്റീരിയലൈസേഷൻ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. There is no bad delivery on account of differences in signature of transferor under this system. ഇവിടെ മറ്റ് യാതൊരു തരത്തിലും ബാഡ് ഡെലിവറിയോ അക്കൗണ്ട് സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും വരുന്നില്ല. മറ്റൊന്ന്, ഇറ്റ് പ്രൊവൈഡ് ഗ്രേറ്റർ ലിക്വിഡിറ്റി ആൻഡ് ലീഡ്സ് ടു ലാർജർ വോളിയം ഓഫ് ട്രേഡിംഗ് ഓഫ് ഷെയർസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ലാർജ് വോളിയം ഓഫ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ലിക്വിഡിറ്റി സ്വഭാവത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ട്രാൻസ്മിഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡൺ ബൈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എലിമിനേറ്റിംഗ് ദ കറസ്പോണ്ടൻസ് വിത്ത് കമ്പനി. ഇവിടെ എന്താണ്, സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. മറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ഒഴിവാക്കപ്പെടും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റി മേ ബിക്കം അൺകൺട്രോളബിൾ ഇൻ കേസ് ഓഫ് ഡീമെറ്റലൈസ്ഡ് സെക്യൂരിറ്റി. ഡീമെറ്റലൈസ്ഡ് സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻക്ലൂഡിംഗ് ഡെപ്പോസിറ്ററി ആക്ട് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. ഇവിടെ എന്ത് ചെയ്യും, റെഗുലേറ്ററി ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദ റോൾ ഓഫ് ദി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് ദ ഏജൻറ്റ് നീഡ് ടു ബി ക്ലോസ്ലി സൂപ്പർവൈസ്ഡ് ദ ഓർഡേഴ്സ് അവോയ്ഡ് ദ മാനിപ്പുലേഷൻസ് ഓഫ് ദി അഫയേഴ്സ്. ഇവിടെ എന്താണ്, ഏജൻറ്റ് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ക്ലോസ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ഇവിടെ നടക്കുന്നുണ്ട്, മാനിപ്പുലേഷൻസിന് സാധ്യതയുണ്ട്. മറ്റൊന്ന്, അഗ്രിമെൻറ്റ് ആർ entered at various levels in the process of the dematerialization. എന്താണ്, ഡീമെറ്റലൈസേഷൻ്റെ ഓരോ പ്രോസസ്സിലും എഗ്രിമെൻറ്റ് ആവശ്യം വരുന്നുണ്ട്, എഗ്രിമെൻറ്റ് തയ്യാറാക്കണം. ഇൻവെസ്റ്റേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യും, ചില ആളുകൾക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. ഇനി അടുത്തതാണ് റീമെറ്റീരിയലൈസേഷൻ. എന്താണ് റീമെറ്റീരിയലൈസേഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ക്ലയൻറ്റ് ക്യാൻ ഗെറ്റ് ഹിസ് ഇലക്ട്രോണിക് ഹോൾഡിംഗ് കൺവേർട്ടഡ് ഇൻ ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയറുകളെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആക്കി അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് റീമെറ്റീരിയലൈസേഷൻ. ഇറ്റ് ഈസ് ദ റിവേഴ്സ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ. ഡീമെറ്റീരിയലൈസേഷൻ്റെ റിവേഴ്സ് ആണ് റീമെറ്റീരിയലൈസേഷൻ. അതിൻ്റെ ഫീച്ചേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ റീമെറ്റീരിയലൈസ് ഹിസ് ഡീമെറ്റലൈസ്ഡ് ഹോൾഡിംഗ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് നമുക്ക് റീമെറ്റീരിയലൈസേഷൻ നടത്താൻ വേണ്ടി സാധിക്കും. റീമെറ്റലൈസേഷൻ പ്രോസസ് ഈസ് കംപ്ലീറ്റഡ് വിത്ത് 1 month. ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് സെൻഡ് ഫോർ ദി റീമെറ്റലൈസേഷൻ കനോട്ട് ബി ട്രേഡഡ്. ഇവിടെ എന്താണ്, സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ട്രേഡിങ്ങിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് പ്രോസസ് ഓഫ് റീമെറ്റലൈസേഷൻ പറയുന്നത്. ആദ്യം ഒന്നാമത്തേതായിട്ട് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് സബ്മിറ്റ് RPF ടു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. രണ്ടാമത്തെ പറയുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇൻഫോം ഡെപ്പോസിറ്ററി. മൂന്നാമത് ഡെപ്പോസിറ്ററി ഇൻറ്റിമേറ്റ് ദ രജിസ്ട്രാർ ഓർ ഇഷ്യൂവർ. നാലാമത് പറയുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് സെറ്റ് RPF to the registrar. അഞ്ചാമത് പറയുന്നത് രജിസ്ട്രാർ പ്രിന്റ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സെൻഡ് ടു ദ ഷെയർ ഹോൾഡർ. ആറാമത് പറയുന്നത് രജിസ്ട്രാർ കൺഫേം ദ റീമാറ്റ് ടു ഡെപ്പോസിറ്ററി. ഏഴാമത് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഡെബിറ്റഡ്. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ഡീമെറ്റലൈസേഷനും റീമെറ്റലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ആക്ട്സ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഫിസിക്കൽ ഷെയർസ് ടു ആൻ ഈക്വലന്റ് നമ്പേഴ്സ് ഓഫ് ഷെയർസ് ഇൻ ഇലക്ട്രോണിക് ഫോം ഇൻ ടു ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട്. എന്താണ്, ഫിസിക്കൽ ഫോമിൽ നിന്നും ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റലാണ് ഡീമെറ്റലൈസേഷൻ. എന്നാൽ റീമെറ്റലൈസേഷനോ ഇലക്ട്രോണിക് ഫോമിൽ നിന്നും ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്നതാണ്. ഇറ്റ് ഡസ് നോട്ട് പ്രോസസ് ഡിസ്റ്റിങ്റ്റീവ് നമ്പർ. ഇവിടെ ഡീമെറ്റലൈസേഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള നമ്പേഴ്സ് ഒന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ആയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ റീമെറ്റലൈസേഷൻ നടത്താൻ പറ്റും. പേപ്പർലെസ് ട്രേഡിംഗ് ഈസ് പോസിബിൾ ഇൻ ഡീമെറ്റലൈസേഷൻ. ഡീമെറ്റലൈസേഷനിൽ പേപ്പർലെസ് ട്രേഡിംഗ് ആണ് നടക്കുന്നത്. എന്നാൽ റീമെറ്റലൈസേഷൻ ആണെങ്കിലോ ട്രേഡിംഗ് ഇൻ ഫിസിക്കൽ ഫോം ഡൺ ബൈ റീമെറ്റലൈസേഷൻ. ഫിസിക്കൽ ഫോമിലാണ് നടക്കുന്നത്. ഇനി ഡീമെറ്റലൈസേഷൻ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്.
ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ റീമെറ്റലൈസ്ഡ് അക്കൗണ്ടോ മെയിൻറ്റെയിൻ ബൈ ദ കമ്പനി നേരിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഡെപ്പോസിറ്ററി. A depository is an organization which holds securities of investors in electronic form at the request of the investors through registered depository participants. It also provides service related to transaction in securities. ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർഗനൈസേഷൻ ആണ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റീസ് എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇലക്ട്രോണിക് ഫോമിലുള്ള സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ആരാണ്? ഡെപ്പോസിറ്ററി ആണ്. ഇനി അടുത്ത് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടർ ഡെപ്പോസിറ്ററി സിസ്റ്റം. മാർക്കറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷനും നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ, ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ 3 പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനി മുമ്പത്തെ പാർട്ടൊന്നും കണ്ടിട്ടില്ല എങ്കിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ടിട്ട് ഈ പാർട്ട് കാണുക. ഓക്കെ, താങ്ക് യു.